ഇയാളെ എങ്ങോട്ട് പോയതാ? ഒരു മിനിറ്റ്. എന്നെ പെണ്ണ് കാണാൻ വരാനുള്ള റീസൺ എന്താ? എന്താ? അല്ല, ബ്രോക്കർ ഒരുപാട് പ്രൊഫൈല് കാണിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്ന് എന്നെ എന്തിനാ സെലക്ട് ചെയ്തേ? ഇതെന്താ ഇന്റർവ്യൂ? കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂലോ. പറ, ജസ്റ്റ് ഫോട്ടോ മാത്രം കണ്ടിട്ടാണോ? അങ്ങനെ ചോദിച്ചാ അപർണ കാണാൻ നല്ല ഭംഗിയാ. അതൊരു റീസൺ അല്ലെന്ന് പറഞ്ഞാ നോണായി പോവും. പക്ഷേ ആ ബ്രോക്കർക്ക് കൊടുത്ത ആ ബയോഡേറ്റയ്ക്കകത്ത് സിംഗിങ് കൊടുത്തിട്ടില്ലേ ഹോബീസിനകത്ത്, അതാണ് ഞാൻ കണ്ട പ്ലസ് പോയിന്റ്. ബിക്കോസ് എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് ആൻസർ. നിക്ക് മാർക്കിടാൻ പറ്റേ. അതിനു മുമ്പ് എനിക്കൊരു പ്രൂഫ് വേണം. പ്രൂഫോ? ആ. എന്ത് പ്രൂഫ്? ഒരു പാട്ട് പാടറോ? പാട്ടൊക്കെ പാടാം. ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ. ഓ, ഈ ടീച്ചർ ആവാൻ പഠിക്കുന്നുണ്ടോ ഇത്രയും ക്വസ്റ്റ്യൻസ്? ഇതൊക്കെ എവിടുന്ന് തപ്പി പിടിച്ചോണ്ട് വരുന്നു? നോക്കട്ടെ. പാർട്ട്ണർ സാമ്പിൾ 1, ഡ്രസ്സിംഗ് സ്റ്റൈൽ 10, ഹൈറ്റ് 8, നേരിട്ട് കാണാനുള്ള ലുക്ക് 6. റിയലി? പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ ഫോൺ തുറന്നു നോക്കുന്നത് ബാഡ് മാനേഴ്സ്. -10 points. 10 മാർക്സാ? അതിച്ചൊരു കൂടുതലല്ലേ മിസ്സേ. എന്തിനു ചെയ്യാൻ പറ്റും? ഞാൻ ഇമോഷൻ ചെയ്തിട്ട് തരാം. എന്തെങ്കിലും നൈസായിട്ട് ജയിപ്പിക്കാൻ പറ്റുമോ? ഇമ്പോസിഷൻ ഒന്നും വേണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. പാസ്സാക്കാൻ പറ്റുമോ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ടീച്ചർ. പാസ്സായോ? ആ, ഒരു 85% ഉണ്ട്. വീട്ടാര് സോറി. അല്ല, ആദ്യമായിട്ടാണ് 60 മോളിക്ക് മാർക്ക് കിട്ടണത്. അതിന്റെ എക്സൈറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ പാടാൻ പോന്നെ? എന്ത് പാട്ട്? താനല്ലേ പാസ്സായി കഴിഞ്ഞാൽ പാട്ട് പാടാന്ന് പറഞ്ഞേ? ഇപ്പോഴാ? ആ, എന്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പാട്ടുകാർക്ക് എന്നീ തൊണ്ട ശരിയാക്കണേ. എപ്പ പാടാൻ പറഞ്ഞല്ലോ ഇതന്നെ പറയത്തുള്ളൂ. അല്ല, ഇപ്പൊ അങ്ങനെയല്ല. ആണോ? എന്നാ പാട്. പാടാതെ വിടില്ല മോളെ. ഓക്കെ. மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டே மன்மதன் பாடலொன்று நெஞ்சுக்குள் பாடிக்கொண்டே சொல்லத்தான் അപർണ